ഹലോ, നമസ്കാരം. ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്ങോ, മണ്ണും മാനവും ഉരുകുകയാണ്. ആവിയിൽ വിയർത്തൊട്ടുകയാണ് പകലിരവുകൾ. അതിനിടെ പവർ കട്ട് വരുന്നു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് മനുഷ്യരെ എടുത്തെറിയുന്ന തീരുമാനം എന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതി. എന്നാലും കൊടും ചൂടിലും പൊള്ളുന്ന ജനകീയ വിഷയങ്ങളുമായി നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? കേരളം കാത്തിരിക്കുകയാണ്. ആരാകും കേരള മുഖ്യമന്ത്രി? ഉത്തരമറിയാൻ ഇനി വെറും ഒരാഴ്ചയുടെ അകലം മാത്രമാണുള്ളത്. കൂട്ടിയും കിഴിച്ചുമുള്ള ആലോചനയിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്ക് ഒരാഴ്ച ദൂരം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എവിടെ വരെ എത്തി? തുടർഭരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ LDFും 10 വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ UDFും നാളുകളെണ്ണി കഴിയുകയാണ്. ഇക്കുറി 2 സീറ്റിലെങ്കിലും താമര വിരിയിക്കാമെന്ന ഉറപ്പിലാണ് NDA. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്നും വിനയുണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. 1-ാം നമ്പർ സ്റ്റേറ്റുകാരിലേക്ക് ഇനി ഒരാഴ്ച മാത്രം. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി ഒരാഴ്ചയുടെ ദൂരം. ഏപ്രിൽ 9 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികൾ തല പുകഞ്ഞ ആലോചനയിലാണ്. മെയ് 4 പെട്ടി തുറന്നാൽ ആര് ഞെട്ടും, ആര് തൂക്കും? മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് LDF ഇത്തവണ പോരാട്ടത്തിനിറങ്ങിയത്. തുടർഭരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 90 സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും കണക്കെടുപ്പിൽ 72 മുതൽ 77 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. പ്രചാരണ ഫ്ലെക്സുകളിൽ എങ്ങും നിറഞ്ഞു നിന്നത് പിണറായിയുടെ ചിത്രം മാത്രമായിരുന്നു. CPIM, CPI സംസ്ഥാന സെക്രട്ടറിമാരോ LDF കൺവീനറോ പോലുമില്ലാതെ പിണറായിയുടെ ചിത്രത്തിൽ മാത്രമൂന്നിയുള്ള പ്രചാരണ തന്ത്രമായിരുന്നു LDFന്റേത്. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും 35 വർഷം CPIM ഭരണമുണ്ടായിരുന്ന ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടന്നു. CPIM ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഒരു പ്രമുഖ നേതാവ് പോലും ഇവിടങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്നില്ല. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഒഴിച്ച കേരളത്തിൽ നിന്നുള്ള ഒരു PB അംഗം പോലും ഈ സംസ്ഥാനങ്ങളിൽ പ്രചാരണ രംഗത്തെ മുഖമായിരുന്നില്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നേത്രചികിത്സയ്ക്ക് വിധേയനായ മുഖ്യമന്ത്രി വിശ്രമത്തിലാണ്. 10 വർഷത്തെ ഇടതു ഭരണത്തിന് വിരാമമിട്ട് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിൽ പ്രകടമാണ്. 100 സീറ്റുകളുമായി ടീം UDF അധികാരത്തിലെത്തുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉറപ്പ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരുന്നുവെന്നത് തീർച്ച. മികച്ച വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന സതീശന്റെ പ്രഖ്യാപനവും വന്നതോടെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലേക്ക് UDF എത്തി. വോട്ടിംഗ് ശതമാനം ഉയർന്നതും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പാണ് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ്. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല. ഇതോടെയാണ് ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അണിയറ നീക്കങ്ങൾ സജീവമായത്. ഒരു വേള പരസ്യമായ വിഴുപ്പലക്കലിലേക്കും സമൂഹ മാധ്യമങ്ങളിലെ പൊങ്ങച്ചം പറച്ചിലിലേക്കും വരെ കോൺഗ്രസിലെ ജനാധിപത്യം കടന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപുള്ള ഇത്തരം ചർച്ചകളിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് അമർഷമുണ്ടെങ്കിലും തൽക്കാലം പരസ്യ വിമർശനം വേണ്ടെന്ന നിലപാടിലാണ്. UDF കൺവീനറായ അടൂർ പ്രകാശ് പക്ഷാഘാതം സംഭവിച്ച നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ മുഖ്യമന്ത്രി ചർച്ച കൊടുമ്പിരി കൊണ്ടത്. പോഡ്കാസ്റ്റ് മുതൽ ഡോക്യുമെന്ററി വരെ ഫ്ലെക്സുകളിൽ തുടങ്ങി സമൂഹമാധ്യമ പോസ്റ്റുകളിലേക്ക് വരെ നീണ്ട പ്രതിച്ഛായ മിനുക്കൽ നീക്കങ്ങൾ. KCO, RCO, VDSO. ആദ്യം വെടിപൊട്ടിച്ചത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ്. പിന്നാലെ പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ നീണ്ടു. മുഹമ്മദ് ഷിയാസ് പൊട്ടിച്ചത് പടക്കമാണെങ്കിൽ കുഴിമിന്നി പൊട്ടിച്ച K സുധാകരനാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആവശ്യമായിരുന്നു KS മുന്നോട്ട് വെച്ചത്. 100-ലധികം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF കണക്കിന്റെ ഭാരം
അല്പം കുറച്ചിട്ടുണ്ട്. 80 മുതൽ 90 സീറ്റ് വരെ ഉറപ്പാണെന്ന വിശ്വാസമാണ് ഇപ്പോൾ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 81 സീറ്റ് ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ് കണക്കിലെ മറിമായത്തിന് കാരണമായത്. ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം പ്രതീക്ഷ. ശക്തമായ മത്സരം നടന്ന പാലക്കാട് അവസാന ലാപ്പിൽ UDF മുന്നിൽ കയറിയെന്ന ആശങ്ക BJPക്കുണ്ട്. മഞ്ചേശ്വരം, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, ചാത്തന്നൂർ, ആറന്മുള, തിരുവല്ല, ഹരിപ്പാട്, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്താമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോള് തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ദേശീയ നേതാക്കളുടെ നീണ്ട നിരയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരുടെ റോഡ് ഷോയും കൺവെൻഷനുകളുമായി BJP പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ UDF പ്രചാരണായുധമാക്കിയതോടെ അവസാന ലാപ്പിൽ തിരിച്ചടി നേരിട്ടെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 10 മുതൽ 12 സീറ്റ് വരെ എന്ന അവകാശവാദങ്ങളെല്ലാം അസ്ഥാനത്താകുമോ എന്ന ആശങ്ക ഒരു വശത്തുണ്ട്. എന്നാൽ 2020യുടെ കടന്നുവരവ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് NDA കരുതുന്നു. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും 4-ാം തീയതിയാണ് ഫലം വരുന്നത്. അപ്പോൾ അറിയാം ആരായിരിക്കും അടുത്ത 5 വർഷം കേരളം ഭരിക്കുക. അതിനേക്കാൾ ഏറ്റവും ആകാംക്ഷയുള്ളത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. ജനങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കാം. കേരളത്തിൽ ആര് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്? LDF ആണോ, UDF ആണോ, അതോ NDA ആണോ? ആരായിരിക്കും? UDF ആയിരിക്കും വരിക. ഞാനൊരു LDF-കാരനാണ്. എന്നാലും UDF വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. LDF വരാനും ചാൻസ് പറയുന്നുണ്ട്. ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു UDF-ന്റെ ഒരു കടന്നുകയറ്റാന്ന് പ്രതീക്ഷിക്കുന്നത്. LDF UDF ആര് വന്നോട്ടെ, നമുക്ക് അതിൻ്റെതായ നേട്ടം നമുക്കിവിടെ കേരളത്തിൽ വേണം. LDF ആയിരിക്കും വരാം. അവർ കഴിഞ്ഞ 10 വർഷം ചെയ്ത നല്ല കാര്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീണ്ടും തുടർന്ന് വരണം. എനിക്കിപ്പോൾ ആര് വന്നാലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അത് LDF ആയാലും വേണ്ടിയില്ല, UDF ആയാലും വേണ്ടിയില്ല. ആര് ജയിച്ചാലും നാടൊന്ന് നന്നാവണം, അത്രേ ഉള്ളൂ. ഞാൻ ആരും അദ്ദേഹത്തെ ഒരൊന്നും ചിന്തിക്കാനില്ല. അത് റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. ആര് വന്നാലും കേരളത്തിൽ ജനങ്ങൾക്ക് ഗതികേട് തന്നെയാണ്. 10 വർഷമായതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടുണ്ട്. പഴയത് ഒരുപക്ഷെ UDF-ന് അനുകൂലമായിട്ടായിരിക്കും ആ വോട്ട് പോയിട്ടുണ്ടാവുക. ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരം ഇവിടെ കേരളത്തിലില്ല. ഈ സർക്കാർ ചെയ്ത നന്മകൾ അത് മാത്രം പോരെ, വെട്ടിപ്പൊട്ടിക്കുമ്പോൾ അറിയാം ഒരു സുനാമി തന്നെ ഉണ്ടാവും, ഒരു ഇടതുപക്ഷ തരംഗം തന്നെ ഉണ്ടാവും. UDF അധികാരത്തിൽ വരും, ഉറപ്പാ. എല്ലാവരുടെ സംസാരം ഇപ്പോഴത്തെ ഭരണവിരുദ്ധമായിട്ടുള്ളൊരു വികാരം എല്ലായിടും ഉണ്ട്. നമ്മൾ വരില്ല. ഒരു ടൈറ്റ് മത്സരമായിരിക്കും. കൂടുതലും LDF-നാണ് സാധ്യത എന്നാണ് എൻ്റെ വിശ്വാസം. 100-ൽ ഒരു 98% LDF ജയിക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊന്നും സ്ഥിരമായി പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഇനി 4-ാം തീയതി അറിയാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. LDF വരും. LDF ഉറപ്പല്ലേ. അവരിലെ സഹായത്തിന് എത്തുന്നത്. വേറെ ആരെങ്കിലും എത്തുമോ? അവർ തന്നെ വരത്തുള്ളൂ. മുഖ്യമന്ത്രി തന്നെ വീണ്ടും വരുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പട്ടിണി കിടന്ന് ആഹാരം കൊടുത്ത് പുള്ളിക്കാരനാണ്. ഇപ്പോഴും എല്ലാവരും ആഹാരം എത്തിക്കുന്ന പുള്ളിക്കാരനാണ്. ആ സർക്കാരില്ലെങ്കിൽ തീർന്നു. പിണറായി വിജയൻ തന്നെ ഇവിടെ ഭരിക്കുന്നത്. ശക്തമായ ഭരണമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. സർക്കാർ മാറാനാണ് സാധ്യത 90%. പിന്നെ BJP വോട്ട് സീറ്റ് പിടിക്കുന്നതനുസരിച്ചിരിക്കും. രണ്ടുപേര് ഭരിച്ചിട്ടും കാര്യമില്ല, മാറി വരണം. മറ്റവരും ഭരിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും അറിയാലോ. UDF-ന് ഭരണം കിട്ടും, സതീശ മുഖ്യമന്ത്രിയാവും. അതിൽ കുറച്ചൊരു കളിയില്ല. UDF തന്നെ ഭരിക്കും. 100 സീറ്റ് ഭരിക്കും. നല്ലത് ചെയ്താൽ ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഭരണം നിൽക്കും. ആരാണ് ഇതേവരെ ചെയ്തേക്കുന്നത് ജനങ്ങൾക്ക് തോന്നണം അവരുടെ കൂടെ ഭരണം നിൽക്കും. എൻ്റെ മറ്റേ LDF ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർഭരണം ഉണ്ടാവും ഉറപ്പ്. UDF വരണം. ഈ പിണറായി വിജയന്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം. നമുക്ക് മിശ്ര അഭിപ്രായങ്ങളാണ് ജനങ്ങൾ പറയുന്നത്. UDF-ഉം LDF-ഉം ഒക്കെ വരണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, BJP വരട്ടെ എന്ന് പറയുന്ന ആൾക്കാരും ഒട്ടും കുറവല്ല. അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിലും അത്തരത്തിൽ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ പേഴ്സണലി അറിയിക്കുന്നുണ്ട്. ഒപ്പം എത്രയായിരിക്കും ഓരോ മുന്നണികൾക്കും കിട്ടുന്ന സീറ്റ് എണ്ണം, അതടക്കമാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച ആ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി നാട്.
കൊടും ചൂടിൽ മലയാളികളുടെ തലയിൽ വീണ ഇടിത്തിയാണ് വൈദ്യുതി നിയന്ത്രണം. രാഷ്ട്രീയ വിവാദത്തിൽ ലോഡ് ഷെഡിംഗ് എന്ന് പറയാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് മടിയാണെങ്കിലും വൈദ്യുതി നിയന്ത്രണം അനുഭവിക്കുന്നവർക്ക് എല്ലാം ഒന്നു തന്നെയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന വിളിപ്പേരിൽ മുൻകൂട്ടി അറിയിച്ച് വൈദ്യുതി നിയന്ത്രിച്ചാലും മലയാളി കൊടും ചൂടിൽ വെന്തുരകും, അതുറപ്പാണ്. കാണാം തിരുവനന്തപുരത്തു നിന്നും ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട്. പൊള്ളുന്ന ചൂടും പൊരിക്കുന്ന ബോർഡും. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മലയാളികളുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഉച്ചപൊള്ളുന്ന വെയിൽ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അകത്തിരുന്നാലും പുറത്തിറങ്ങിയാലും പാമ്പ് കടി. എല്ലാത്തിനുമപ്പുറം കറണ്ട് പോകുന്ന കാലം. അതെ, മലയാളികൾക്കിത് ദുരന്തകാലമാണ്. -41.7 കടന്ന കൊടുംചൂട് കാലമാണ്. സൂര്യാഘാതവും സൂര്യതാപവും നിർജ്ജലീകരണം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കേട്ട് ചെവി തഴപ്പിച്ചു. ചൂട് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയ പാമ്പുകൾ ജീവനെടുക്കുന്നത് പതിവായി. വേനൽ മഴയ്ക്ക് കാത്തിരുന്ന മലയാളിക്ക് കിട്ടിയതാകട്ടെ വൈദ്യുതി നിയന്ത്രണം. ജെൻസി തലമുറയ്ക്ക് പവർ കട്ട് എന്തെന്ന് അറിയില്ലെന്നായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഇടത് ക്യാമ്പയിൻ. വേനൽ കനക്കുമെന്ന് മുൻപേ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ ഗൗനിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിൽ കാര്യങ്ങളെത്തി. വേനൽ കടുത്ത ആദ്യഘട്ടം ചില പ്രദേശങ്ങളിൽ മാത്രം വൈദ്യുതി തടസ്സപ്പെട്ടു. ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതാണെന്നും രാത്രി 9 മുതൽ 11 വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുമെന്നുമായിരുന്നു വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി 10 മിനിറ്റ് 20 മിനിറ്റിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. രാത്രി 9 മുതൽ 11 മണി വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങൾ ചാർജിങ്ങും മറ്റും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കും. പക്ഷേ 3 ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടി. ഇതോടെ അപ്രഖ്യാപിത പവർ കട്ട് എന്ന കാര്യം ചർച്ചയായി. പലയിടത്തും വൈദ്യുതി 15 മുതൽ 20 മിനിറ്റ് വരെ തടസ്സപ്പെട്ടു. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം. പൊതുജനങ്ങളെ പുറത്തിറക്കി. പാമ്പിനെ പേടിച്ച് പുറത്തിറങ്ങാൻ മടിച്ച ജനങ്ങൾ വീടിനുള്ളിൽ ചൂടെടുത്ത ഒഴുകി. കുട്ടികളും വയോജനങ്ങളും പല വിധത്തിൽ ബുദ്ധിമുട്ടി. ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയി. കറണ്ട് പോകുമെന്നും എന്നും പോകും. ചൂടുണ്ടോടാ? ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 12 ഈ കറണ്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ചില സമയത്ത് കറണ്ട് വരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇതുവരയ്ക്കും യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും തരാതെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ വയ്യ, കറണ്ട് പോയാൽ ഉറക്കം. ഷുഗർ ഉള്ളവളാണ് ഞാൻ. ഷുഗറുണ്ട് എനിക്ക്. ഗുളിക മരുന്ന് കഴിച്ചിട്ട് കറണ്ട് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. അവിടെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. വൈദ്യുതി ഇല്ലാതെ വീട്ടിലിരിക്കാൻ കഴിയാതെ വന്ന ജനങ്ങൾ പാതിരാത്രി പോലും KSEB ഓഫീസിലേക്ക് പോയി. പലയിടത്തും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി. സംഗതി കൈവിട്ടെന്ന് തോന്നിയ വൈദ്യുതി വകുപ്പ് ഇന്നൊരു പുതിയ തീരുമാനമെടുത്തു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന വിളിപ്പേര്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ലോഡ് കൂടുന്നതനുസരിച്ച് പ്രാദേശികമായ നിയന്ത്രണം ഏർപ്പെടുത്തും. സാധ്യമായ സമയത്ത് ഉപഭോക്താക്കളെ SMS വഴി അറിയിക്കാനും KSEB നീക്കം. അപ്പോഴും ജനങ്ങൾ വലയും. നമ്മളെ പോലെയുള്ള വയസ്സായ ആളുകൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇരിക്കാനോ പുറത്ത് നിൽക്കാനോ വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. ഒരു കുറച്ച് നേരം കറണ്ട് പോയാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ശരിയാണ്, വൈദ്യുതി ഉപയോഗത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. എയർ കണ്ടീഷൻ്റെയും ഇൻഡക്ഷൻ കുക്കറിൻ്റെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ KSEBയെ കുറ്റപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വേനലിൽ വൈദ്യുതി ആവശ്യം കൂടുമെന്ന് അറിയാമായിരുന്നിട്ടും വേണ്ട ആസൂത്രണം നടപ്പാക്കിയില്ല എന്ന്. വൈദ്യുതി വാങ്ങാൻ ആസൂത്രണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്താൻ മനസ്സ് കാണിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. അപ്പോൾ പിഴവ് ആരുടെ ഭാഗത്താണ്? ആഭ്യന്തര ഉൽപാദനം പരമാവധി കൂട്ടിയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെത്തിച്ചും പ്രതിസന്ധി പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വൈദ്യുതി വകുപ്പ്. കേക്കട്ട് എന്നൊക്കെയാണ് സർക്കാരിന് സാമൂഹിക മാധ്യമങ്ങളിലുള്ള പരിഹാസം. കാര്യം എന്തുമാകട്ടെ, വേനൽ മഴ ഉടൻ പെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സർക്കാർ വേനൽ മഴ കാത്തിരിക്കുമ്പോൾ ജനങ്ങൾ കറണ്ട് കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ജിബിൻ JB 24 തിരുവനന്തപുരം.
എന്തായാലും ചൂട് അത് മാരകമായി തന്നെ തുടരുകയാണ്. ഒരുപാട് പ്രേക്ഷകർ പറയുന്നത്, മിനി ബാബു ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്രയധികം ചൂട്? ശാസ്ത്രീയമായി എന്തെങ്കിലും കാരണമുണ്ടോ? ഗ്ലോബൽ വാർമിംഗ് അതിനെക്കുറിച്ച് പറയണം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. ആഗോള താപനം അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെയും ഈ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് ഈ കടലിലെ ചൂട് കൂടുന്നതാണ്. നമ്മൾക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരു തീരദേശ മേഖലയാണ്, തീരദേശ സംസ്ഥാനമാണ്. നമുക്കിപ്പുറത്ത് അറബിക്കടലുണ്ട്. കടലിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്നു. അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ കരയിലേക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊന്ന് നമ്മുടെ ഈ കൂടുതലായുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനമാണ്. നമ്മുടെ വാഹനങ്ങൾ, വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ അത് ചൂടിനെ പിടിച്ചു നിർത്തുന്നതാണ്. അന്തരീക്ഷത്തിൽ പുറത്തേക്ക് പോകാതെ ഒരു കുട പോലെ, ഒരു മറ പോലെ ഇതുണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂട് കൂടാൻ കാരണമാകുന്നുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ എൽനീനോ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ അറിയാവുന്നതാണ്. കടലിലെ ചൂട് കൂടുന്നു, അവിടെ വെള്ളം ചൂടാവുന്നു, അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അത് കരയിലും ചൂട് കൂടാൻ കാരണമാകുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ ചില കാരണങ്ങൾ. എന്തായാലും ഓരോ വർഷവും കഴിയുന്തോറും കേരളത്തിലെ ചൂട് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്യാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിൽ ഗുരുതര പിഴവ് വന്നിരിക്കുന്നു. 24-കാരന് ഗർഭപാത്രമുണ്ട് എന്ന സ്കാനിംഗ് റിപ്പോർട്ടാണ് അവിടെ നിന്നും വന്നിരിക്കുന്നത്. കിഡ്നി സ്റ്റോണിന് ചികിത്സ തേടിയെത്തിയ തിരുവനന്തപുരം കടക്കൂട്ടം സ്വദേശിയായ യുവാവിനാണ് തെറ്റായ സ്കാനിംഗ് റിപ്പോർട്ട് നൽകിയത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് തരാത്ത കാര്യം എന്ത്? നിങ്ങൾ പഴയ റിപ്പോർട്ട് ചോദിക്കണം. നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്കാനിങ് ചെയ്ത എന്തൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കൊണ്ട് എന്റെ തന്നതോ? അണ്ണാ സംസാരിക്കല്ല, കൂടെ സംസാരിക്കല്ല, പറഞ്ഞ മനസ്സിലായ? കാരണം പെണ്ണുങ്ങളുടെ ശരീരപരമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പേരും കാര്യങ്ങളെല്ലാം എൻ്റെതാണ്. പക്ഷേ റിസൾട്ടിൽ വെച്ചേക്കുന്ന യൂട്രസ് പരമായിട്ടുള്ള പ്രശ്നമാണ് വെച്ചേക്കുന്നത്. ഞാൻ ചോദിക്കാനായിട്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വന്നു. മെഡിക്കൽ കോളേജ് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ എൻ്റെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുതിയൊരു റിപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെ എനിക്ക് പുതിയ റിപ്പോർട്ട് തരാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നിനക്ക് ഇത് തരാനേ പറ്റുള്ളൂ, നീ ഇത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു. അത് എൻ്റെ അടുത്ത് പറയുന്നതല്ലാതെ എൻ്റെ ഉമ്മാരുടെ അടുത്താണ് 2 വട്ടം ഇരട്ടിച്ച് പറഞ്ഞു. ഷഫീദ് റാവുത്തറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിനപ്പുറത്ത് ഇനി മറ്റെന്തൊരു പിഴവ് സംഭവിക്കാനാണ്? ഒരാണിനെ പെണ്ണാക്കി മാറ്റിയ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഗർഭപാത്രമുണ്ട് എന്നാണ് ഈ യുവാവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ നിന്നും ലഭിച്ച റിപ്പോർട്ടിലാണ് ഇങ്ങനൊരു അസംബന്ധം സംഭവിച്ചത്. എന്ത് പിഴവ്, എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടോ? എന്താണ് സംഭവം? ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് ഏതെങ്കിലും തരത്തിൽ വെറുതെ പഴിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം കൃത്യമായ തെളിവുകൾ, കൃത്യമായ പകർപ്പുകൾ, കൃത്യമായിട്ടുള്ള വീഡിയോ ദൃശ്യം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷിഹാസ, അതായത് കഴിഞ്ഞ 2-ം മാസം ഫെബ്രുവരി 17-നാണ് വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയും അവിടെ 2500 രൂപ അടച്ച് അവിടെ ഒരു CT സ്കാൻ എടുക്കുന്നത്. ആ CT സ്കാനിനെ തുടർന്ന് ഇയാൾക്ക് CT സ്കാൻ ലഭിച്ചു. പക്ഷേ അസുഖം വയറുവേദന കുറവുള്ളതായതുകൊണ്ട് അദ്ദേഹം പിന്നീട് ഡോക്ടറെ അടുത്ത് പോയില്ല. എന്നാൽ വീണ്ടും രോഗം മൂർച്ഛിച്ചപ്പോഴാണ് ഇന്ന് ഐരാണിമുട്ടത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് ഇയാൾ ചികിത്സ തേടിയെത്തിയത്. അപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ടുള്ള സ്കാനിങ്ങിന്റെ ആ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോയത്. അതായത് 17/2/2026 ഷിഹാസ 23 വയസ്സെന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജ് നൽകിയിട്ടുള്ള അതിൽ പറയുന്നത്, അതിൽ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് യൂട്രസ് അപ്പിയേഴ്സ് മൈൽഡ്ലി ബൾക്കി, മൈൽഡ് ഫ്ലൂയിഡ് നോട്ടഡ് ഇൻ എൻഡോമെട്രിയൽ ക്യാവിറ്റി. അതായത് ഒരു സ്ത്രീയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് യൂട്രസിനെ കുറിച്ചിട്ടാണ് അക്കാര്യത്തിൽ പറയുന്നത്. അതിനുശേഷം ഈ ഷിഹാസ് തന്നെ ഈ പഴയ മെഡിക്കൽ റിപ്പോർട്ടിലെ പിഴവുകളുമായി നേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. അവിടെ ബന്ധപ്പെട്ട ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ ഇയാളിൽ നിന്ന് ഈ റിപ്പോർട്ട് മേടിച്ച് അകത്തേക്ക് പോയി 15 മിനിറ്റിന് ശേഷം തിരികെ വന്ന പുതിയൊരു റിപ്പോർട്ട്, അതായത് വീണ്ടും സ്കാനിംഗ് പോലും നടത്താതെ പുതിയൊരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ച, അതല്ലെങ്കിൽ അതീവ ഗുരുതരമായ വീഴ്ച എന്നുള്ളതാണ്. അതിലെ ചെറുപ്പക്കാരൻ തന്നെ പറയുന്ന കാര്യമുണ്ട്. മാത്രവുമല്ല, ഇയാളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തപ്പോൾ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് വന്നത് പറഞ്ഞവസാനിപ്പിക്കാം, എന്തെങ്കിലും തന്നവസാനിപ്പിക്കാം എന്നൊക്കെ പറയുന്ന പിഴവ് അത് ആരോഗ്യവകുപ്പിൽ വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളടക്കമുള്ള വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏതായാലും ഈ യുവാവ് ഷിഹാസ് എന്ന് പറയപ്പെടുന്ന കഴക്കൂട്ടം സ്വദേശി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രജിൻ, ഷഫീദ്, അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇതെങ്ങനെ? കാരണം കൃത്യമായി അവിടെ പോകുമ്പോൾ ഏതൊരു പേഷ്യൻ്റ് ആണെങ്കിലും കൃത്യമായ ഒരു OP നമ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് നമ്പർ ഉണ്ടാകണം. ആ നമ്പർ വെച്ചാണ് മറ്റെല്ലാ ടെസ്റ്റുകളും ഫാർമസിയിലടക്കം അതേ നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എല്ലാ ആശുപത്രികളിലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു വലിയ പിഴവ് ഈ സ്കാനിങ്ങിൽ സംഭവിക്കുക? അക്കാര്യത്തിലാണ് ഒരു ധാരണയില്ലാത്തത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്കറിയാം,
രണ്ടാം മാസം ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ശരിക്കും ആ സ്കാനിംഗ് നടന്നതും ആ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതും. പക്ഷേ ആ റിപ്പോർട്ടിലെ പിഴവുമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ള ഷിഹാസിന് അതേ ദിവസം അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഒരു സ്കാനിങ്ങും നടത്താതെ ഈ പഴയ ഡേറ്റയൊക്കെ വെച്ചുകൊണ്ട് പുതിയൊരു സ്കാനിംഗ് റിപ്പോർട്ട് നൽകിയെന്നൊക്കെ പറയുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ച അതല്ലെങ്കിൽ ആ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മുടെ പക്കൽ രണ്ട് സ്കാനിംഗ് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഈ യൂട്രസിനെ കുറിച്ച് അതല്ലെങ്കിൽ ഗർഭപാത്രത്തെ കുറിച്ച് വളരെ വിശദമായി പറയുന്നത്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ പുതുക്കി നൽകിയിട്ടുള്ള സ്കാനിംഗ് റിപ്പോർട്ടിൽ പക്ഷേ ആ യൂട്രസിനെ കുറിച്ച് പറയുന്ന ഭാഗമില്ല. മാത്രവുമല്ല അതിൽ ആ ചെറുപ്പക്കാരൻ വീഡിയോ ദൃശ്യം പകർത്തിയത് കൊണ്ട് മാത്രമാണ് ഇക്കാര്യം അത് ചില പിഴവുകൾ സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാൻ കഴിയില്ല. മാത്രമല്ല മെഡിക്കൽ കോളേജ് ആ രീതിയിൽ തലയൂരുകയും ചെയ്തതിനെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അതിൽ പറയുന്നുണ്ട് ഇഷ്യൂ ചെയ്തത് 18/2/26 ആണെന്ന്. ഈ പുതിയ റിപ്പോർട്ടിലും ഈ ഷിഹാസ് എന്ന പേരിൽ തന്നെ മാറ്റി എഴുതിയ രണ്ടാമത്തെ റിപ്പോർട്ടിലും 18/2/2026 എന്ന് എഴുതുന്നുമുണ്ട്. ഏതായാലും ഇക്കാര്യം വിചിത്രമാണ്. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗർഭപാത്രം അടക്കമുള്ള കാര്യങ്ങൾ ഒരു യുവാവിന് എങ്ങനെ സംഭവിച്ചു, അത് സ്കാൻ റിപ്പോർട്ടിൽ എങ്ങനെ സംഭവിച്ചു, ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പിഴവാണെങ്കിൽ അതിന് ഇങ്ങനെയാണോ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ പരിഹാരം കാണേണ്ടത്? ഒരുപക്ഷെ നമുക്കൊക്കെ കേട്ടറിവുള്ള കാര്യം ഏതെങ്കിലും തരത്തിലൊരു പേരുമാറ്റമെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യം നടത്തിയ സ്കാനിൽ ഒരു പേരുമാറ്റമെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പരാതിയെ എത്തുമ്പോൾ വീണ്ടും ഒരു സ്കാനിംഗ് ഒക്കെ നടത്തി പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കുന്നതാണ് പതിവ് രീതി. പക്ഷെ ഇതൊന്നുമല്ല, വ്യക്തമാണ് അടിമുടി പിഴവുകൾ എന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിന് പകരം പിന്നെ രണ്ടാമത് സ്കാനിങ് ചെയ്തതുമില്ല, പഴയ റിപ്പോർട്ട് മാറ്റി തിരുത്തി കൊടുത്തു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ രീതിയിലുള്ളൊരു പിഴവ് സംഭവിച്ചത്, ആർക്ക് സംഭവിച്ചു എന്നതൊക്കെ കൃത്യമായി അറിയേണ്ടതാണ്. എന്തായാലും അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടന്നു എന്നത് നേരത്തെ ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. എന്തായാലും ആ യുവാവ് ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ചൂട് മൂലം മത്സ്യലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ്. ബോട്ടിന്റെ ഇന്ധന ചെലവ് താങ്ങാൻ കഴിയാതെ മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ് പലരും. ജൂൺ മാസം മുതൽ ട്രോളിംഗ് നിരോധനം കൂടി തുടങ്ങുന്നതോടെ ആശങ്കയേറുകയാണ്. കാണാം കോഴിക്കോട് നിന്നും ദിൽഷ തിലകൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. കാലിയാകുന്ന കടൽ. മത്സ്യബന്ധന മേഖലയിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് ചൂടുമൂലം ഉണ്ടായിരിക്കുന്നത്. വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമാണ് കടലിൽ പോകുന്നത്. നിരാശയോടെ തിരിച്ചു വരും. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിൽ പോയതും തിരിച്ചടിയായിരിക്കുന്നു. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മേഖലയ്ക്ക് കൂനിന്മേൽ കുരുവായിരിക്കുന്നു. ചൂട് കൂടിയതോടെ തീരക്കടൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞു. അയലയും മത്തിയുമെല്ലാം ചൂട് കുറവുള്ള മേഖലകളിലേക്ക് മാറി. സാധാരണ കിട്ടുന്നതിൽ 1/4 മീൻ പോലും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജോലിയില്ലാതായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും മടങ്ങി. മീനൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഈ 3-4 മാസങ്ങളിൽ ചൂട് കാലത്ത് മീനൊക്കെ വളരെ കുറയും. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കടലിൽ ഏടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ ഭയങ്കര ശല്യമാണ്. ആ സമയത്ത് കടിച്ചു കടിഞ്ഞ് എടുക്കുകയാണ്. ഒരു 10 ദിവസം പണിക്ക് പോകാൻ കഴിയും. വളരെ മോശം, ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര കടലിൽ നിൽക്കാൻ കഴിയുന്നില്ല. അമ്മാതിരി ചൂട്, പ്രതിസന്ധി തന്നെ. കടലിപ്പണി മൊത്തം പോക്കാ. സർക്കാരൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി. ഇവിടെ സാധാരണ ഇപ്പൊ അടുത്തായി മീൻ കിട്ടിക്കൊണ്ട് വന്ന ഇപ്പൊ പെട്ടെന്ന് ചൂടിന്റെ എന്തോ അടിത്തട്ടിലെന്തോ ചൂട് താപനില മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് മീനും കുറവാണ്. പണിയും കാര്യങ്ങളെല്ലാം മോശമാണ്. എല്ലാം കടത്തിലാണ്. ബോട്ടെല്ലാം കടായിട്ട് പോക്കില്ല. മത്സ്യത്തൊഴിലാളി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ജൂണിൽ ലാസ്റ്റ് ട്രോളിങ് വരും. പിന്നെ കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ പോവും, പണിക്ക് പോകും. ഇതാ കുടിയാവെള്ളം കിട്ടില്ല, ചായ ഇല്ല, ചോറില്ല, ഒന്നുമില്ല, എല്ലാം പട്ടിണിയില്ല. നമ്മളൊന്ന് കഴിച്ചിലാക്കി തരും നിങ്ങളെല്ലാവരും. ഗവൺമെന്റ് അതാക്കും, ഗവൺമെന്റ് ഇതാക്കും, ഒന്നും ആക്കുന്നില്ല. നമ്മളിതാ ഇപ്പോൾ രാവിലെ 3 മണിക്ക് പോയി ഇതാ ആകെ കിട്ടിയതാ 4000 രൂപ മീനാ. കുടുംബത്തിന്റെ പ്രാരാബ്ദം കൊണ്ടൊരു ഗൃഹനാഥ എന്ന രീതിയിൽ കഷ്ടപ്പാട് സഹിച്ചിട്ട് പോകുന്ന ഈ പ്രകൃതിന്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. എന്താണ് സ്ഥിതി? ഈ കരയത്തിന്റെ ഡബിൾ ചൂടാണ് കടലില്. ഇതാണ് നമ്മളെ അവസ്ഥ. ഇന്ധനം, ഭക്ഷണം, കൂലി തുടങ്ങി കടലിൽ പോകുന്ന ചെറിയ ബോട്ടുകൾക്ക് ഒരു ദിവസത്തെ ചിലവ് 1,00,000-നും മുകളിലാണ്. തിരിച്ചു വരുമ്പോഴോ ഇന്ധനച്ചിലവിനുള്ള മീൻ പോലും കിട്ടാത്ത അവസ്ഥ. വേനൽ കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനവും വറുതിയുടെ മറ്റൊരു പെരുമഴക്കാലവും മത്സ്യത്തൊഴിലാളികളെ കാത്തിരിപ്പുണ്ട്. ലോണെടുത്തും കടം വാങ്ങിയും ബോട്ടിറക്കുന്നവർക്ക് മുന്നിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല.
ചുറ്റും പെരുകി വളരുന്ന ഈ കടത്തിന്റെ കണക്കുകൾ കൊണ്ട് എങ്ങനെ ഇക്കാലങ്ങളെ അതിജീവിക്കുമെന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക ചോദ്യം. ട്രോളിംഗിന് മുൻപേ മത്സ്യലഭ്യത കുറഞ്ഞ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തീരപ്രദേശം. വറുതിയുടെ തീരം കടന്ന് എങ്ങനെ കരപറ്റുമെന്ന ആശങ്കയിലാണ് കടലിന്റെ മക്കൾ. ക്യാമറമാൻ മുനീഫിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതലെസ് എന്ന പരിപാടി പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.